സാൻഡി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവനൊരു അപൂർവ കറുത്ത ഡ്രാഗണിനെ വലയിൽ കുടുക്കി. അവൻ അടുത്തു ചെന്ന് കത്തികൊണ്ട് അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഡ്രാഗൺ തോൽവി സമ്മതിച്ച് കണ്ണുകളടച്ചു. അതിന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ സാൻഡിയുടെ മനസ്സലിഞ്ഞു. ഒരുപാട് ആലോചിച്ച ശേഷം അവൻ കയർ മുറിച്ച് ഡ്രാഗണിനെ സ്വതന്ത്രമാക്കി. സ്വതന്ത്രമായ ഉടൻ ഡ്രാഗൺ സാൻഡിയെ ആക്രമിച്ചില്ല. പകരം നന്ദി എന്ന് പറയുന്നതുപോലെ ഉച്ചത്തിൽ അലറി. അത് താഴ്വരയിലേക്ക് പറന്നു. സാൻഡിയും അതിനെ പിന്തുടർന്ന് താഴ്വരയിലെത്തി. അവിടെ അതിന്റെ വാൽച്ചിറകിന്റെ പകുതി ഒടിഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അതുകൊണ്ടാണ് അതിന് ഉയരത്തിൽ പറക്കാൻ കഴിയാതിരുന്നത്. ഡ്രാഗൺ വളരെ വിശന്നിരുന്നു. സാൻഡി ഒരു വലിയ മീനിനെ പിടിച്ച് അതിന് കൊടുക്കാൻ കൊണ്ടുപോയി. പക്ഷേ താഴ്വരയിലെത്തിയപ്പോൾ നൈറ്റ് ഫ്യൂറി ഭയന്ന് അകലം പാലിച്ചു. സാൻഡി തന്റെ പരിച കണ്ടിട്ടാകാം ഡ്രാഗൺ പേടിച്ചതെന്ന് കരുതി അത് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട നൈറ്റ് ഫ്യൂറി ഭയം വിട്ട് മീനിനെ തിന്നു. സാൻഡി അതിന്റെ തലയിൽ തൊടാൻ ശ്രമിച്ചെങ്കിലും അത് ദേഷ്യപ്പെട്ട് അടുത്തുള്ള മണലിലേക്ക് പറന്നുപോയി. അവൻ തീശ്വാസം കൊണ്ട് മണൽ ചൂടാക്കി അവിടെ ഉറങ്ങാൻ തയ്യാറായി. സാൻഡി അടുത്തേക്ക് ചെന്നപ്പോൾ ഡ്രാഗൺ തലമറച്ച് ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ സാൻഡി വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. ദേഷ്യത്തിൽ ഡ്രാഗൺ ഒരു പാറയിൽ തലകീഴായി തൂങ്ങിക്കിടന്നുറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ ഡ്രാഗൺ സാൻഡി നിലത്ത് എന്തോ ഉണ്ടാക്കുന്നത് കണ്ടു. അടുത്തു ചെന്നപ്പോൾ അവൻ അതിന്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു. ഡ്രാഗൺ ഒരു കൊമ്പെടുത്ത് ചാടി സാൻഡിയുടെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചു. അവന്റെ ചിത്രം രസകരമായിരുന്നു. സാൻഡി സന്തോഷിച്ച് മുന്നോട്ടു പോയപ്പോൾ അബദ്ധത്തിൽ ഡ്രാഗണിന്റെ ചിത്രത്തിൽ ചവിട്ടി. ഡ്രാഗൺ ദേഷ്യപ്പെട്ടു. പക്ഷേ സാൻഡി കാലെടുത്തപ്പോൾ അത് വീണ്ടും സന്തോഷിച്ചു. ഇത് കണ്ടപ്പോൾ സാൻഡിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ അവർക്കിടയിൽ ഒരു കൂട്ടുകെട്ട് വളർന്നു. സാൻഡി കൈ നീട്ടി നൈറ്റ് ഫ്യൂറി അതിന്റെ തല അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സാൻഡിക്ക് വളരെ സന്തോഷമായി. അവൻ രാത്രി മുഴുവൻ ഇരുന്ന് ഒരു മെക്കാനിക്കൽ വാൽച്ചിറകുണ്ടാക്കി. അത് നൈറ്റ് ഫ്യൂറിയിൽ ഘടിപ്പിച്ചാൽ അതിന് വീണ്ടും ആകാശത്ത് പറക്കാൻ കഴിഞ്ഞേക്കാം. അടുത്ത ദിവസം രാവിലെ സാൻഡി ഒരു കൊട്ട നിറയെ മീനുമായി താഴ്വരയിലെത്തി. ഡ്രാഗൺ അത് അത്യാഗ്രഹത്തോടെ കഴിക്കാൻ തുടങ്ങി. അതേസമയം സാൻഡി രഹസ്യമായി ഒരു മെക്കാനിക്കൽ ചിറക് അതിൽ ഘടിപ്പിച്ചു. ഡ്രാഗണിന് എന്തോ ഒരു മാറ്റം അനുഭവപ്പെട്ടു. അത് പറന്നുയർന്നപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടു. അത് പാറയിലിടിക്കാൻ പോയപ്പോൾ സാൻഡി ഉടൻ തന്നെ ചിറക് ശരിയാക്കി ഡ്രാഗൺ രക്ഷപ്പെട്ടു. ഇത് കണ്ട സാൻഡി സന്തോഷത്താൽ അലറി വിളിച്ചു. പക്ഷേ അബദ്ധത്തിൽ അവന്റെ കൈ തെന്നി വെള്ളത്തിൽ വീണു. രണ്ടുപേരും പൂർണ്ണമായും നനഞ്ഞു.